ഓക്കെ. സോനിയ. ഓക്കെ ആൻറ്റി. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ഏഹ്, പ്രിയപ്പെട്ടവരുടെ മുമ്പാകെ ദൈവവചനമായി നിൽപ്പാൻ ദൈവം ഒരുക്കി തന്ന സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏം, ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗം വായിക്കാം. യെശയ്യാവ് 43-ാം അധ്യായം, അതിന്റെ 18-19 വാക്യം. Isaiah chapter 43 verses 18 and 19. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാകും. ഏം, നമുക്കെല്ലാവർക്കും വളരെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേദ ഭാഗമാണ് ഞാൻ വായിച്ചത്. ഏം, ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അതിന്റെ 43 ആദ്യം തൊട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഇസ്രായേൽ മക്കൾ ഈ വചനത്തിന്റെ ബാക്ക്ഡ്രോപ്പ് നമുക്കറിയാം അല്ലെ. ഇസ്രായേൽ മക്കളെ ദൈവം അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ച് അവരെ വാഗ്ദത്ത നാടായ കനാനിലേക്ക് കർത്താവ് കൊണ്ടുപോകുന്ന സമയത്ത്, ഏം, അവര് ഓരോ സമയത്ത് അവർക്ക് ഓരോ സ്ട്രഗിൾ വരുമ്പോ എല്ലാം അവര് പഴയതിനെ ഓർത്ത് പഴയത് മതിയായിരുന്നു. ഞങ്ങള് ക്യാപ്റ്റിവിറ്റിയിലായിരുന്നെങ്കിലും ഞങ്ങൾക്ക് അവിടെ ഇറച്ചി ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അവിടെ അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു. ദർ തിങ്കിങ് അബൌട്ട് ദി പാസ്റ്റ്. അവരുടെ പഴയതിനെ മാത്രം അവർ ഓർത്ത് അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു 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 ബിഹേവിയർ ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടായിരുന്നു. അപ്പം ദൈവം അവരോട് പറയാ, നിങ്ങൾ ഈ പഴയതിനെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട, ഐ എം ഗോയിങ് ടു ഡു എ ന്യൂ തിങ്. അപ്പം ഏഹ്, ഞാനൊരു ഇതൊരു വെറുതെ ഒരു സില്ലി ആയിട്ട് ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. വചനത്തിന്റെ കോണ്ടെക്സ്റ്റ് അല്ല, ബട്ട് സ്റ്റിൽ ഞാനൊരു എക്സാമ്പിൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങള് നാട്ടിൽ പോയപ്പം, ഏഹ്, കുറ്റം പറയാലോ, പക്ഷെ നാട്ടിൽ ചെന്നപ്പം ഞാൻ കുറെ വർഷത്തിന് ശേഷം നാട്ടിൽ പോയത്. അപ്പം ഞാൻ ഇന്ന് ഉടുപ്പൊക്കെ വാങ്ങിക്കാൻ പോയ സമയത്ത് ഞാൻ എൻ്റെ മമ്മിക്ക് രണ്ട് ഈ കുർത്തി വാങ്ങി. ചുരിദാറിന്റെ ടോപ്പ് പോലത്തെ ഉള്ള സാധനം. അപ്പം അത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേന് അതിനിങ്ങനെ എനിക്ക് ഇങ്ങനെ മേളി വരെ ഇങ്ങനെ മടക്കി വെക്കുന്ന ഷർട്ടിന്റെ കൊള്ളറല്ല, മറ്റേ എംബ്രോയിഡറി കൊള്ളർ ഇഷ്ടം. അപ്പം ഞാൻ അങ്ങനത്തെയാ വാങ്ങിച്ചത്. അപ്പം ഇത് കൊണ്ടുവന്നപ്പോഴത്തേനും ആൾക്കൊട്ടും ഇഷ്ടായില്ല. മമ്മി പറഞ്ഞു, ഞാൻ ഇങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല, എനിക്ക് ഇങ്ങനെ ഒന്നും ഇടാൻ പറ്റില്ല, ഇത് ഭയങ്കര ചൂടാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മിക്ക് അത് വലിയ താല്പര്യമായില്ല. ഞാൻ പറഞ്ഞു, നടന്നല്ല, ക്ഷീണിച്ചെങ്കും പോണില്ല, വണ്ടിയെ കയറി ഇരുന്ന് പോകുന്നു, ആരാധനയ്ക്ക് അവിടെ ചെന്ന് ഇറങ്ങുന്നു, ഫാനിന്റെ കീഴിലിരിക്കുന്നു, പണ്ടത്തെ പോലെ കഷ്ടപ്പാടൊന്നും ഇല്ല, അതുകൊണ്ട് ഇത് ഇടണം, ഇത് നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങി പോരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്നോട് വിളിച്ച്, മമ്മി എന്നോട് എന്താ പറഞ്ഞതെന്നൊക്കെ മമ്മി മറന്നുപോയി. പിന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പോഴത്തേനും മമ്മി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് ആ ഉടുപ്പിട്ടായിരുന്നു, നല്ല സുഖമുണ്ട് അത് ഇടാനെന്ന് പറഞ്ഞു. അപ്പം ഞാനതൊരു സില്ലി ആയിട്ട് ഒരു കാര്യം പറഞ്ഞതാണെങ്കിലും നമ്മുടെ ലൈഫ് ഈസ് ഓഫൺ ലൈക്ക് ദിസ്. കർത്താവ് നമ്മളോട് പറയും, ഐ ഗീവ് യു സംതിങ് ന്യൂ, ഞാൻ നിന്റെ ജീവിതത്തിൽ പുതിയതൊന്നും ചെയ്യാൻ പോവാന്ന്. പക്ഷെ എന്താണെന്നറിയാം, നമ്മള് അവർ പാസ്റ്റ് ഇസ് ഓൾവേസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ്, നമ്മുടെ പാസ്റ്റ് ലൈഫിലെ പെയിൻസ്, ഹേർട്സ്, ഫ്രസ്ട്രേഷൻസ് എല്ലാം നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക. ഏതോ ഒരു പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് മുന്നിൽ ദൈവം നമുക്ക് തരാൻ പോകുന്ന നന്മകളെ നമ്മളായിട്ട് തന്നെ ഇങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ദൈവം ഈ ദിവസം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഫൊർഗെറ്റ് അബൌട്ട് ദി ഓൾഡർ തിങ്സ്, ഫൊർഗെറ്റ് അബൌട്ട് ദി ഫോമർ തിങ്സ്. നമ്മുടെ അമേൻ. പഴയ സമയത്ത് സംഭവിച്ചതിനെ പറ്റി നമ്മൾ ഓർത്തോണ്ടിരിക്കണ്ട. ബിക്കോസ് ദാറ്റ് സ്റ്റോപ്പിംഗ് യു ഫ്രം അച്ചീവിങ് ദി ന്യൂ തിങ്സ് ദാറ്റ് ഹി ഹാസ് ഇൻ സ്റ്റോർ ഫോർ യു. നമ്മുടെ മുന്നിലോട്ട് നമ്മൾ നടക്കുമ്പോൾ, നമ്മുടെ മുന്നിൽ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ദൈവം നമുക്ക് വെച്ചേക്കുന്ന പുതിയ കാര്യങ്ങളുണ്ട്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്ത് പുതിയ കാര്യമാണ്? അപ്പം കർത്താവ് എന്നെ റിബ്യൂക്ക് ചെയ്യണ പോലെ പറഞ്ഞു, ഈ വചനം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, പണ്ടുള്ളവയെ നിരൂപിക്കാൻ വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലേ? നിങ്ങൾക്ക് അത് അറിയാൻ പാടില്ലേ?
അപ്പം ആ കാലത്ത് നമ്മളൊന്ന് ഓർത്ത് നോക്കണം. ഇസ്രായേൽ മക്കളെ ദൈവം ഏം, അവരുടെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ച് പുറത്ത് കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് റെഡ് സീ പാർട്ട് ചെയ്ത് കൊടുത്തു അല്ലേ, ചെങ്കടല് പിളർന്നു കൊടുത്തു. ഹി ഹാസ് നെവർ ഡൺ ദാറ്റ് ഫോർ എനി വൺ ബിഫോർ. അവർക്ക് മുന്നേ വേറെ ആർക്ക് വേണ്ടി ദൈവം അങ്ങനെ ചെയ്തിട്ടില്ല. ദൈവം അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അവരുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഇല്ലാതിരുന്നിട്ടും ദൈവം അവർക്ക് വേണ്ടിയിട്ട് ഒരു ചെങ്കടല് തുറന്നു കൊടുത്തു. അവർക്ക് വേണ്ടിയിട്ട് മരുഭൂമിയിൽ മന്ന പൊഴിച്ചു കൊടുത്തു, കാടപക്ഷീനെ കൊടുത്തു. ദിസ് ഹി ഹാസ് നെവർ ഡൺ ഫോർ എനി അതർ പേഴ്സൺ ഓൺ ദി എർത്ത്. അവരുടെ ഈ ഭൂമിയിൽ വേറെ ആർക്കും വേണ്ടി ദൈവം അത് മുന്നേ ചെയ്തിട്ടില്ല. മനുഷ്യരായ നമ്മളുടെ എല്ലാം എക്സ്പെക്ടേഷൻ എന്താ? ദൈവം മറ്റാർക്കോ വേണ്ടി ചെയ്തതുപോലെ ഒരു മിറക്കിളാണ് വി ആർ എക്സ്പെക്ടിങ് ഇൻ അവർ ലൈഫ്. ഇന്ന ആൾക്ക് വേണ്ടി ചെയ്തത്, അല്ലെങ്കിൽ വേറെ ആർക്കും വേണ്ടി ചെയ്തിട്ടില്ലെങ്കിലും ലാസ്റ്റ് ടൈം എനിക്ക് ഇങ്ങനെ ഒരു സ്ട്രഗിൾ വന്നപ്പം ദൈവം എനിക്ക് വേണ്ടി ചെയ്തത് ദൈവം എനിക്ക് വേണ്ടി ഇപ്രാവശ്യവും ചെയ്യും. ദാറ്റ്സ് അവർ എക്സ്പെക്ടേഷൻ. നമ്മുടെ എക്സ്പെക്ടേഷൻസിന്റെ ബൈ എക്സ്പെക്ടിങ് സംതിങ് വി ആർ ലിമിറ്റിംഗ് ദ പവർ ഓഫ് ഗോഡ്. നമ്മുടെ പഴയ എക്സ്പീരിയൻസസ് വെച്ച് നമ്മൾ ചില കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ ആ എക്സ്പെക്ടേഷൻ ദൈവത്തിന്റെ പ്രവൃത്തിയെ നമ്മളിൽ നിന്ന് ലിമിറ്റ് ചെയ്യുക ചെയ്യുന്നത്. കാരണം ദൈവത്തിന്റെ പ്രോമിസ് എന്താ? ഇതൊരു പോസിബിലിറ്റി അല്ല. ഹിസ് പ്രോമിസ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഡു എ ന്യൂ തിങ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ കാര്യം ചെയ്യാൻ പോവാന്നുള്ളത് ദൈവത്തിന്റെ ഒരു പ്രോമിസ് ആണ്. പക്ഷെ നമ്മൾ അതൊരു പോസിബിലിറ്റി ആയിട്ട് വിചാരിച്ചിട്ട് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ദൈവം എനിക്ക് ഇങ്ങനെ ചെയ്തായിരുന്നു, സോ മേ ബി ഹീൽ ഡു ദ സെയിം തിങ് അഗെയിൻ എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ വെച്ച് കർത്താവിനെ ലിമിറ്റ് ചെയ്ത് നമ്മൾ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കും. പക്ഷെ അങ്ങനെയല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റി. നമുക്ക് വേണ്ടി അതിലും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തത്, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് നമുക്ക് വേണ്ടി ചെയ്തു തരാൻ നമ്മുടെ ദൈവം ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ദൈവമാണ്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജനസിസിന്റെ അകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ജനസിസ് ചാപ്റ്റർ 6 വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് നോഹന്റെ അടുത്ത് അവിടെ ദൈവം സൃഷ്ടിച്ച മനുഷ്യരാശി പാപത്തില് വീണുപോയി. അവര് വളരെ പാപം ചെയ്ത് ദൈവത്തോട് അകന്ന് വഷളത്വം പ്രവർത്തിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ചാപ്റ്റർ 6 വേഴ്സ് 7 ആണ്. ഞാൻ സൃഷ്ടിച്ചുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും, മനുഷ്യനെയും മൃഗത്തെയും എഴുജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്തു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അപ്പം അതിനു മുമ്പ് മറ്റാർക്കും ലഭിച്ചിട്ടില്ല. അവിടെ വചനം പറയുന്നു, അവിടെ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അതിനൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള റീസൺ ഉണ്ട്. എന്താണെന്നറിയാം? നോ നോഹ എങ്ങനെയായിരുന്നു എന്ന് അവിടെ നമ്മുടെ വചനം വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നോഹ നീതിമാനായിരുന്നു. ഹി വാസ് എ റൈച്ചസ് പേഴ്സൺ. അപ്പം നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് വഷളത്തൊക്കെ പ്രവർത്തിച്ച് അപ്പം ആ സമയത്ത് ദൈവം നോഹയുടെ കൽപ്പിച്ചത് എന്താണെന്നറിയോ? സകല ജഡത്തിന്റെ അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു, ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. എന്നാൽ നീ എന്തോ ചെയ്യണം? ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക, പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. ഞാൻ എപ്പോഴും എന്റെ കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, നോഹ ഹാസ് നെവർ സീൻ റെയിൻ ബിഫോർ. അങ്ങനെ റെയിൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ മനുഷ്യൻ കണ്ടിട്ടേ ഇല്ല. ആൻഡ് ഇങ്ങനെ ഒരു ആർക്ക് എന്ന് പറയുമ്പം ആർക്ക് ഉണ്ടാക്കാൻ പറയുമ്പം ഐ ബിലീവ് ദൈവം അവനൊരു ഡയഗ്രാം വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെയാണ് നീ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ ഒരുപക്ഷെ പറഞ്ഞു കൊടുത്ത. ബട്ട് ഹി ഹാസ് നെവർ സീൻ റെയിൻ ബിഫോർ. അങ്ങനെ ഒരു കാര്യം ഭൂമിയിൽ സംഭവിച്ചിട്ടില്ല. നമ്മൾ അതിന് മുമ്പോട്ടുള്ള ചാപ്റ്റേഴ്സ് വായിക്കുമ്പോൾ നമുക്കറിയാം, ഭൂമിയിൽ നിന്ന് മഞ്ഞ് മേളിലോട്ട് വന്നിട്ട് ഭൂമിയെ നനയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. ബട്ട് ഗോഡ് ഹസ് ഡൺ സംതിങ് ഡിഫറെന്റ് ദർ. അങ്ങനെ ഇരിക്കുമ്പോഴും ദൈവം നോഹനോട് പറയാ, ഐ എം ഗോയിങ് ടു ഡു സംതിങ് ഡിഫറെന്റ് ഫോർ യു. ഞാൻ ഈ ജനത്തെ മൊത്തം നശിപ്പിച്ച് കളയാൻ പോവാ. ഹവെവർ ഞാൻ നിന്നെ രക്ഷിക്കാൻ ഐ ഹാവ് എ ഡിവൈൻ പ്ലാൻ. അപ്പം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാ? നമ്മുടെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, നമ്മൾ സി ഇപ്പം ഒരു പ്ലെയിൻ ക്രാഷ് ഇന്ത്യയിൽ നമ്മൾ ലാസ്റ്റ് ടൈം വന്നിട്ട് കൂടി വന്ന മീറ്റിങ്ങിനും ഈ മീറ്റിങ്ങിന്റെ ഇടയ്ക്ക് ഒത്തിരി ഒത്തിരി അന്വേഷിച്ച സംഭവങ്ങൾ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടന്നു. ആ പ്ലെയിൻ ക്രാഷ് തന്നെ നോക്കുവാണെങ്കിൽ അവിടെ ഒരു സർവൈവർ ഉണ്ടായിന്ന്
സർവൈവർ ഉണ്ടെന്ന് പറയണു, സർവൈവർ പ്ലെയിനിൽ ഇല്ലായിരുന്നു എന്ന് പറയുന്നു. ബട്ട് എനിവേസ് ഞാൻ അത് ഫസ്റ്റ് ടൈം കേട്ടപ്പം, ആ സർവൈവർ ഉണ്ടെന്ന് കേട്ടപ്പം ഞാൻ ചിന്തിച്ചത്, ദൈവമേ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ച വേറെ ആരെങ്കിലും ഈ ഭൂമിയിൽ എവിടെങ്കിലും ഉണ്ടായിരിക്കും ആ മനുഷ്യനെ ഓർത്ത് പ്രാർത്ഥിച്ചെന്നാണ്. ബിക്കോസ് ദൈവം അയാൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്ത്, അത് ഇങ്ങനെ ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായിട്ട് ഒരാളായിട്ട് സർവൈവ് ചെയ്യണം, ഇത്രയും വലിയൊരു ക്രാഷ് ഉണ്ടായിട്ട് ഒരാളായിട്ട് സർവൈവ് ചെയ്യുന്ന ഒരു ആദ്യത്തെ ഇൻസിഡന്റ്. അപ്പം ദൈവത്തിന് സകലവും സാധ്യമാണ്. നമ്മുടെ എക്സ്പെക്ടേഷൻസ്, നമ്മുടെ ഫ്രസ്ട്രേഷൻസ് ഒന്നും കൊണ്ട് നമ്മൾ ദൈവത്തെ ലിമിറ്റ് ചെയ്യരുതെന്ന് ദൈവം നമ്മളെ Hallelujah. മനസ്സിലാക്കിപ്പിച്ച് തരുന്ന ഒരു കാര്യമാണ്. എത്ര വലിയ പ്രശ്നം ഉണ്ടായാലും അതിൽ നിന്ന് ദൈവത്തിന് ഒരു നോഹനെയും, അല്ലെങ്കിൽ ഒരു ദൈവം ഫുൾ ഭൂമിനെ മൊത്തത്തെയാണ് നശിപ്പിച്ച് കളഞ്ഞത്. അല്ലാതെ ഒരു ചെറിയ പോർഷൻ, ഒരു സ്റ്റേറ്റിനെ, ഒരു കൗണ്ടിനെ അല്ല നശിപ്പിച്ചത്. ദൈവം ഉണ്ടാക്കിയ സകല ക്രിയേഷൻസിനെയും, മാൻ അല്ല, ഹ്യൂമൻ ബീങ്സും ആനിമൽസും ബേർഡ്സും എല്ലാം, റെപ്റ്റൈൽസിനെയും നശിപ്പിച്ചപ്പം ദൈവം ഒരു ഫാമിലിനെയും അവനോട് കൂടെ, അവനോട് ചേർത്ത് വെക്കാൻ പറഞ്ഞ എല്ലാ ആനിമൽസിനെയും ബേർഡ്സിനെയും ദൈവത്തിന് രക്ഷിക്കാൻ ഹി ഹാഡ് എ ഡിവൈൻ പ്ലാൻ. ഇപ്പം അത് ഇന്ന് ഈ ദിവസം ദൈവാത്മാവ് നമ്മളോട് പറഞ്ഞ നമ്മൾ വിശ്വസിക്കോ? സി ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവാണ്, നീ ഇങ്ങനെ നീ ഇങ്ങനെ ഒരു ആർക്ക് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞാൽ വിൽ ഹാവ് 10,000 ക്വസ്റ്റ്യൻസ്, ഇഫ് നോട്ട് മോർ ദാൻ ദാറ്റ്. നമ്മളിങ്ങനെ ദൈവത്തോട് ചോദിക്കും, അത് അങ്ങനെ ചെയ്താൽ ശരിയാമോ, ഇങ്ങനെ അങ്ങനെ ആകാൻ പറ്റുമോ, ക്യാൻ യു സ്റ്റിൽ ഡു ദിസ് എന്നൊക്കെ ചോദിക്കും. പക്ഷെ നോ വൺ നെവർ ആസ്ക്ഡ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഹി ബിലീവ്ഡ് ഇൻ ഗോഡ്. ഹി വാസ് എ റൈച്ചസ് മാൻ. ദൈവത്തിന്, നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അപ്പം ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ദൈവം എന്ത് ചെയ്യും? ഹിൽ ഡു സംതിങ് ന്യൂ. ആ ന്യൂ എന്ന് പറയുന്ന നോട്ട് ഓൾവേസ് ഓൺ എ ഫിസിക്കൽ റെലം, നമുക്ക് വേണ്ടിയിട്ട് സ്പിരിച്വലി, നമ്മുടെ എറ്റേണൽ ലൈഫിന് വേണ്ടി ഓൾസോ ദിസ് പ്രോമിസ് ഇസ് നോട്ട് ഐ എം ഗോയിങ് ടു ഡു എ ന്യൂ തിങ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ റെലത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പോണ ഒരു കാര്യത്തെ പറ്റിയല്ല. ഹൗവർ ദൈവത്തിന്റെ ഫിസിക്കൽ റെലത്തിലും നമുക്ക് വേണ്ടിയിട്ട് പുതിയൊരു കാര്യം ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഒരു ബോഡിയുടെ ഹീലിംഗ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഒരു ബ്രേക്ക് ത്രൂ ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ ഒരു ബ്രേക്ക് ത്രൂ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഫിസിക്കൽ റെലത്തിലും ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യാൻ പറ്റും. ആസ് വെൽ ആസ് ഈ പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഫോർ ദ ലൈഫ് ദാറ്റ് ഇസ് ടു കം, നമ്മുടെ മുന്നിൽ ഇനി വെച്ചേക്കുന്ന എറ്റേണൽ ലൈഫിനെ പറ്റിയ, ഹീസ് ഗോയിങ് ടു ഡു സംതിങ് ന്യൂ. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ എപ്പോഴും എന്റെ ജീവിതത്തിൽ ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വചനത്തിൽ ദൈവം നമ്മളോട് പ്രോമിസ് ചെയ്യുന്നിട്ടുണ്ട്, ഐ എം പ്രിപ്പയറിങ് എ ഹോം ഫോർ യു. ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരു ഭവനം ഒരുക്കാൻ പോയേക്കുക. സ്വർഗത്തിന്റെ വിവരണങ്ങളെല്ലാം നമുക്ക് റെവലേഷനിൽ വായിക്കുമ്പോൾ നമുക്കറിയാം ദൈവം എങ്ങനെയാണ് നമുക്ക് അത് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. ആൻഡ് വി ബിലീവ് ദാറ്റ്. നമ്മൾ അത് നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് വചനം ഷെയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഐ എം എ ഡ്രീമർ. ഞാൻ എന്തൊരു ചെറിയ കാര്യം കേട്ടാലും ഞാൻ അതിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പിക്ചറൈസ് ചെയ്ത് നോക്കും. എന്റെ എന്റെ ഒരു ഐഡിയാസ് ഒക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ അതിനെ വിഷ്വലൈസ് ചെയ്യും എന്റെ മനസ്സിൽ. അപ്പം ഞാനിങ്ങനെ പലപ്പോഴും അതൊക്കെ വായിക്കുമ്പം എന്റെ മനസ്സിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു പിക്ചറുണ്ട്. പക്ഷേ ദൈവാത്മാവ് നമ്മളിപ്പോ ഒരു സ്ട്രഗിളിൽ കൂടെ പോകുമ്പം ദൈവം നമ്മളോട് ഇടപെട്ടിട്ട് പറയാ, ഞാൻ നിനക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ്. ഒരു Amen. എറ്റേണൽ ലൈഫിനെ പറ്റി നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. പക്ഷെ ഇന്ന് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന, ഞാനൊരു Yeah. ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ഇന്ന് ഞാൻ ഇരിക്കുമ്പോൾ, ഇന്ന് വൈകിട്ടിന് മുമ്പേ ദൈവം നിനക്ക് വേണ്ടിയിട്ട് ഒരു അത്ഭുതം ചെയ്യുന്നു പറഞ്ഞാൽ അതിനെ നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ചില സമയത്ത് പറ്റാറില്ല. ബിക്കോസ് വി ആർ ലുക്കിംഗ് ഇൻ ടു അവർ, നമ്മുടെ സർക്കംസ്റ്റാൻസസിനെ നോക്കി, അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസസിനെ നോക്കി നമ്മൾ ഓഫൺ ഫിൽഡ് വിത്ത് എന്തുവാ ഒരു നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിട്ട് ആ പ്രോമിസിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. നോഹയുടെ ജീവിതത്തിൽ മാത്രമല്ല, ഫസ്റ്റ് കിങ് 17 നമുക്ക് ഏലിയാവിനെ കാണാൻ പറ്റും അല്ലെ. തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ബീനായ ഏലിയാവ്. അവിടെ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ കെരീത്തിന്റെ തോട്ടിലോട്ട് പോയിക്കോ. പിന്നെ യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നു, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്ക് കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. അപ്പം ദൈവം അവനോട് പറഞ്ഞു, ഒരു റൂട്ട് മാപ്പ് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇന്നടുത്ത് പോകണം. എന്നിട്ട് അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ദാറ്റ് സംതിങ് ന്യൂ. ഹീസ് നെവർ ഡൺ ദാറ്റ് ബിഫോർ ഫോർ എനി ഹ്യൂമൻ ബീങ്. ഒരു മനുഷ്യന് വേണ്ടിയിട്ടും ഒരു കാക്കയെ കൊണ്ട് ദൈവം ഭക്ഷണം അയപ്പിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ ഈ ലുക്കിംഗ് ഇൻ ടു ഈ എലൈജയുടെ ലൈഫിൽ തന്നെ നമുക്ക് മനസ്സിലാവും,
നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ദൈവം ചെയ്ത കാര്യമല്ല നെക്സ്റ്റ് ടൈം ചെയ്യാൻ പോണത്. ഈസ് ഗോയിങ് ടു ഡു സംതിങ് ന്യൂ എന്ന്. കാരണം ഈ സമയത്ത് ഏലിയാവിന് ഭക്ഷണം കൊണ്ട് കൊടുത്തത് ഒരു കാക്കയാണ്. നമുക്ക് കാക്കയുടെ നേച്ചർ അറിയാം. ഒരാളുടെ കയ്യിൽ നിന്നും ഭക്ഷണം തട്ടിപ്പറിക്കുന്ന സ്വഭാവമാണ്. കൊണ്ടു കൊടുക്കുന്ന സ്വഭാവം കാക്കയ്ക്കില്ല. ഹവർ ആ കാക്കന്റെ ആ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റിനെ മാറ്റി വെപ്പിച്ചിട്ട് കാക്കേനെ കൊണ്ട് ഭക്ഷണം കൊടുപ്പിക്കാൻ ദൈവത്തിന് കഴിഞ്ഞു. Amen. ദാറ്റ്സ് എ ന്യൂ തിങ് ദാറ്റ് ഹി ഹസ് ഡൺ ഫോർ എലൈജ. പക്ഷെ അതേ ഒരു എക്സ്പെക്ടേഷൻ ഒരുപക്ഷെ എലിയാവിന് ഇല്ലായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ബിക്കോസ് ദെൻ ആ തോട്ടിൽ വെള്ളം വറ്റി കഴിയുമ്പം ഗോഡ് ഹാസ് എ ഡിഫറെന്റ് പ്ലാൻ ഫോർ എലൈജ. കാക്കനെ കൊണ്ടല്ല പിന്നെ ഭക്ഷണം കൊടുത്തത്. അവനോട് പറഞ്ഞു, നീ സീദോനിലോട്ട് പോയിക്കോ, അവിടെ ഒരു വിഡോനെ ഞാൻ ഒരുക്കിയിട്ടുണ്ടെന്ന്. അവൻ ഏലിയാവ് എക്സ്പെക്ടേഷൻസ് വെച്ച് കർത്താനെ ലിമിറ്റ് ചെയ്തില്ല. ഒരു ക്ഷാമമുള്ള ഒരു സ്ഥലത്തോട്ടാ ദൈവം അയക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ ലിമിറ്റ് ചെയ്യാൻ പോയില്ല. ഹി ജസ്റ്റ് ഒബേയ്ഡ് ഗോഡ്. ദൈവം എന്ത് പറഞ്ഞോ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പം ഹി വെന്റ് ആൻഡ് അവിടെ ഒരു വിധവേനെ ഒരുക്കി. അപ്പം ഏലിയാവിന്റെ വിശപ്പടക്കാനാണ് ദൈവം ഒരുക്കിയ റിസോഴ്സ്. ബട്ട് ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ റാവൻ അല്ലേ? ഒരു കാക്കനെ അല്ല സീതോനിൽ ഒരുക്കി. അത് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ചാപ്റ്റർ 19 നമുക്ക് വായിക്കാൻ 19 നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഒരു ദൂതൻ ഭക്ഷണം കൊണ്ടുകൊടുത്തു. അവന്റെ വിശപ്പടക്കാൻ ഒരു ദൂതൻ ഭക്ഷണം കൊണ്ടുകൊടുത്തു. അപ്പം ഇങ്ങനെ നമ്മൾക്ക് നോക്കുമ്പോൾ തന്നെ എലിയാവിന്റെ ലൈഫിൽ നിന്ന് തന്നെ മനസ്സിലാവും, നമുക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത മിറക്കിൾസ് അല്ല, ഇൻ ദ ഡേയ്സ് ടു കം ഹീസ് ഗോയിങ് ടു ഡു സംതിങ് ന്യൂ. അത് നിങ്ങൾ ഒരുപക്ഷെ മുന്നേ കണ്ടിട്ടില്ല, നിങ്ങൾ അതിനെപ്പറ്റി കേട്ടിട്ടില്ല, വേറൊരാൾക്ക് വേണ്ടി ദൈവം അത് ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയത്തുമില്ല. പക്ഷെ എക്സ്പെക്ട് സംതിങ് ന്യൂ ആൻഡ് സംതിങ് ബ്യൂട്ടിഫുൾ. കാരണം നമ്മുടെ ദൈവത്തിന് അങ്ങനെ ചെയ്തു തരാമെന്ന് ദൈവം നമ്മളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. Amen. ഞാൻ ഇതിനെപ്പറ്റി ഒരു ദിവസം ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ഒരു കാര്യം, നമുക്ക് കുറെ പ്രതീക്ഷകളുണ്ട്. ദൈവം നമ്മളോട് ഇപ്പൊ ഒരു ദേവദാസിനെ കൂടെ ഞാൻ എൻ്റെ ഒരു ലൈഫിൽ എക്സാമ്പിൾ പറയാം. 2021 ഒരു മിഡ് 2021 എന്നോട് ഒരു ദേവദാസൻ ആലോചന പറഞ്ഞു. ഇൻ ദ മന്ത് ഓഫ് നവംബർ 11ാം മാസത്തില് നീ ഒരു എങ്ങനെയാ പറഞ്ഞ്, നീ ചെങ്കടലിന്റെ സൈഡിലെത്തും അവിടെ, പക്ഷെ നീ ഭയപ്പെടേണ്ട, ദൈവം നിനക്ക് വേണ്ടിയിട്ട് ചെങ്കടല് വിഭാഗിച്ചു തരും. അങ്ങനെ അർത്ഥം വരുന്ന പോലെ എന്നോട് ദൂത് പറഞ്ഞു. അപ്പൊ ഐ ഡിഡ്ന്റ് നോ വാട്ട് ഇറ്റ് വാസ്. അപ്പോ അതിനെ എങ്ങനെ പെർസീവ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ആ വചനം ഏറ്റെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്താണ് ഈ ചെങ്കടൽ എന്ന് മനസ്സിലായില്ല. പക്ഷേ വെൻ ഇറ്റ് കെയിം ടു ദാറ്റ് ടൈം എനിക്ക് കോവിഡ് വന്നു. കോവിഡ് റിലേറ്റഡ് ആയിട്ട് പാൽപിറ്റേഷൻസ് ഉണ്ട്. കോവിഡ് കഴിഞ്ഞപ്പോഴത്തേന് പാൽപിറ്റേഷൻസ് കൂടി, ബ്ലഡ് പ്രഷർ കൂടി, അങ്ങനെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. പക്ഷെ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ ദൈവാത്മാവ് എന്നെ ദൂത് ഓർപ്പിച്ചിട്ട് പറഞ്ഞു, നീ ചെങ്കടലിനെ കടക്കുമാറാക്കിയത് ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട്. അപ്പം ഒരുപക്ഷെ ആ ചെങ്കടൽ എന്നെ തകർക്കാൻ വന്നതായിരിക്കാം. ദൈവം എന്നെ അവിടുന്ന് അതിനെ പാട്ട് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നു. അതേപോലെ പിന്നെ ഒരു പ്രാവശ്യം ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞു, ദൈവം ഈ മന്തിൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ വേറൊരു ദേവദാസൻ എന്നോട് ദൂത് പറഞ്ഞു, നിന്റെ ലൈഫിൽ ഒരു ബിഗ് മിറക്കിൾ ദൈവം നിനക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോവാന്ന്. ആൻഡ് ഐ വാസ് എക്സ്പെക്ടിങ്, ഏതൊരു ഹ്യൂമൻ ബീങ്ങിനെ പോലെയും ഞാൻ എക്സ്പെക്ട് ചെയ്ത് എന്താ, ഒരു ഫൈനാൻഷ്യൽ മിറക്കിൾ ആയിരിക്കാം, അതല്ലെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും ഒരു മിറക്കിൾ ആയിരിക്കാം എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ ആഫ്റ്റർ ദിസ് ഹോസ്പിറ്റലൈസേഷൻ ഐ റിയലൈസ് giving back my life was the miracle that he promised. അപ്പം ഓഫൺ ഇൻ ആർ ടൈംസ് ബ്ലെസ്സിങ്സ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാറില്ല. ബ്ലെസ്സിങ്സ് നമുക്ക് അത്ര ഫെമിലിയർ ആകാറില്ല. ഒബ്വിയസ്ലി നമ്മൾ ഒരു ഫൈനാൻഷ്യൽ മിറക്കിളിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത് ഒരുക്കാറുണ്ട്. ആൻഡ് വി അക്സെപ്റ്റ് ഇറ്റ്, വി റിസീവ് ഇറ്റ് ആൻഡ് വി താങ്ക് ഗോഡ്. ഒക്കെ ശരിയാ. പക്ഷെ സംടൈംസ് നമ്മളോട് ദൈവം പ്രീവിയസ്ലി പറയത്തില്ല എന്താണ് promise on he's going to do something new, but he never gives you the shape and the form and the nature and the behavior of the miracle that he's going to do in your life. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്നതിന്റെ എല്ലാ രൂപവും ഭാവത്തെ പറ്റിയും ദൈവം നമ്മളോട് ഒരിക്കലും നേരത്തെ പറയത്തില്ല. അത് നേരത്തെ ഞാൻ എന്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, കർത്താവ് അങ്ങനെ നേരത്തെ പറയാത്ത എന്താന്ന് വെച്ചാൽ ബിക്കോസ് നമ്മുടെ വിശ്വാസമില്ലായ്മ ആ മിറക്കിൾ നമ്മുടെ ലൈഫിൽ ഹാപ്പൻ ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഹി ഡസന്റ് റിയലി ഗിവ് യു ദ നേച്ചർ ഓഫ് ഇറ്റ്. അങ്ങനെ അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, അതെന്തായിരിക്കും അങ്ങനെയെന്ന്. പക്ഷെ
എഗെയിൻ ഇവിടെ നോക്കിക്കേ, ആ ഉം, എലിയാവ് സിദോനിലെത്തി ആ വിധവേന്റെ വീട്ടിൽ ചെല്ലുക. അപ്പം ആ ദേശം ഏറ്റവും ക്ഷാമം കൊണ്ട് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. അവളുടെ വീട്ടിൽ ഇനി ഒന്നും ഭക്ഷണം ഇല്ല. ഒരു ഒരു ഒരപ്പം ഉണ്ടാക്കാനുള്ള മാവേ ഉള്ളൂ. അവളും അവളുടെ മകനും അത് കഴിച്ചിട്ട് ഇനി അവർക്ക് വേറെ ഹോപ്പൊന്നുമില്ല. അവരുടെ ജീവിതത്തിന്റെ എല്ലാ ഹോപ്പും അവസാനിച്ചു. അവര് വിശ്വസിക്കുന്ന അവരിനി മരിക്കാൻ പോവാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു പ്രവാചകൻ ആ വഴി വന്നിട്ട് പറയാ, നീ പോയിട്ട് വരുമ്പോ എനിക്കൊരു വെള്ളം ചോദിച്ചു. വെള്ളം ചോദിച്ചിട്ട് പറഞ്ഞു, പോയിട്ട് വരുമ്പോ എനിക്കൊരു അപ്പം കൂടെ കൊണ്ടുവരാന്ന്. ഇറ്റ് ഡസൻ ലുക്ക് ലൈക്ക് എ ബ്ലെസ്സിങ് അല്ലേ? അവരുടെ ജീവിതത്തിൽ അതൊരു ബ്ലെസ്സിങ് ആയിട്ട് ആ സമയത്ത് തോന്നിയില്ല. കാരണം ഒരപ്പം ഉണ്ടാക്കാനുള്ള മാവ് വീട്ടിലുള്ളപ്പം ഇനി ഒരു സ്ട്രേഞ്ചർ വന്നിട്ട് പറയാം എനിക്കൊരു അപ്പം വേണമെന്ന് പറയുമ്പോൾ അതൊരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്നില്ല. കാരണം നമ്മുടെ ബ്ലെസ്സിങ്ങിനെ തട്ടിക്കൊണ്ടു പോകാൻ വന്ന ഒരാളായിട്ടാണ് ഒരുപക്ഷെ ഇപ്പൊ ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. ഒരപ്പം എനിക്ക് കഴിക്കാൻ വെച്ചിട്ട് അത് ചോദിക്കാൻ വരുന്ന ഒരാള് എന്റെ വിശപ്പടക്കാനുള്ള കാര്യം തട്ടിയെടുക്കാൻ വന്ന ഒരാളായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ അവളുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവന്ന ഡെലിവറൻസ്, ദൈവം അവൾക്ക് വേണ്ടി പ്രോമിസ് ചെയ്തിട്ടുള്ള ആ നന്മ, ദൈവം അവളെ ജീവനോടെ ശേഷിപ്പിക്കാൻ ദൈവം അവൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള നന്മ വന്നത് ആ പ്രവാചകന്റെ രൂപത്തില. ആൻഡ് ഇറ്റ് ഡിൻ ലുക്ക് വെരി ഫെമിലിയർ ഫോർ ഹർ. അവൾക്കത് കണ്ട് അവൾക്കത് മുന്നമേ കണ്ടിട്ടില്ല. അവൾക്കത് ഇറ്റ് വാസ് സംതിങ് ന്യൂ. ആൻഡ് ദേ എന്തോ സാഹചര്യം ആയിരുന്നാലും ബിക്കോസ് ഷി ഒബെയ്ഡ്, ദൈവം അവളെ ആ ഫുൾ ക്ഷാമത്തിന്റെ കാലം മൊത്തം ദൈവം അവളെ പോഷിപ്പിച്ചു. അവൾക്ക് ഭക്ഷണമില്ലാതെ വന്നില്ല. ഭക്ഷണമില്ലാത്തൊരവസ്ഥ അവൾക്കോ അവളുടെ ഫാമിലിക്കോ വരാതെ അവര് ഭക്ഷണം കഴിച്ച് ആ ക്ഷാമത്തിന്റെ ഇടയ്ക്കും ദൈവം അവരെ പോഷിപ്പിച്ചു. ചില സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വരാറുണ്ട്. നമ്മൾ ഇനി ഒന്നും ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷനിലേക്കൂടെ ഇരിക്കുമ്പം സംതിങ് കംസ് ആൻഡ് വി തിങ്ക് ഓ ദിസ് ഈസ് ഗോയിങ് ടു ഡിസ്ട്രോയ് അസ് എന്ന്. പക്ഷെ ദൈവം നമ്മളെ അവിടുന്ന് റിസ്റ്റോർ ചെയ്യും. ദൈവത്തിന്റെ വഴികളെ വി ഡു നോട്ട് നോ അല്ലേ? ദൈവത്തിന്റെ വഴികൾ അഗോചരമാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. സോ നമ്മുടെ ഹ്യൂമൻ ആ ഒരു ഇന്റലക്ച്വൽ ലെവലിൽ നിന്ന് നമുക്ക് ദൈവത്തിന്റെ വഴികളുടെ വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ദാറ്റ്സ് ടു ബിയോണ്ട് അവർ ഇമാജിനേഷൻ, ദാറ്റ്സ് ടു ബിയോണ്ട് അവർ നമ്മളുടെ ബുദ്ധി കൊണ്ട് നമുക്ക് അളക്കാൻ പറ്റുന്നതിനെക്കാട്ടി എക്സ്ട്രാ Amen. ഓർഡിനറി ആണ് ദൈവത്തിന്റെ വഴികൾ. അതുകൊണ്ട് നമ്മുടെ ഇച്ചിരി ബുദ്ധി വെച്ച് ആ ഒരു ചെറിയ ബ്രെയിൻ്റെ അകത്ത് കൊള്ളുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ ദൈവത്തിന്റെ വഴികളെ അളക്കാൻ ശ്രമിക്കില്ല. ഹീസ് ഗോയിങ് ടു ഡു സംതിങ് ന്യൂ. തീർച്ചയായിട്ടും നമ്മൾ ഈ ദിവസങ്ങളിൽ അത് കാണാൻ പോവാം. ആൻഡ് സെക്കൻഡ് തിങ്, ഒരു മാർക്ക് ചാപ്റ്റർ 6 വേഴ്സസ് 40, ആ ഒരു കോണ്ടെക്സ്റ്റ് എങ്ങനെ വായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു മൾട്ടിറ്റ്യൂഡിനെ അപ്പം മീനും കൊണ്ടൊക്കെ പോഷിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ദൈവം ശിഷ്യന്മാരോട് പറയാം, നിങ്ങൾ ബെത്സയിലേക്ക് മുന്നോടാൻ, കർത്താവിന് മുന്നേ പൊയ്ക്കൊള്ളാൻ കർത്താവ് അവർക്ക് ഇത് കൊടുത്തു. അവർക്ക് ഒരു ഗൈഡൻസ് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ബെത്സയിലേക്ക് പൊയ്ക്കൊള്ളാൻ. അവരങ്ങനെ പോകുമ്പം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയാം, വൈൽ ദേ വർ ഗോയിങ് ഓൺ, അവർ ബോട്ടിൽ പോകുമ്പോൾ ഭയങ്കര കാറ്റും കടല് ഭയങ്കര അല്ലെങ്കിൽ വളരെ കാറ്റും തിരമാലകളും എല്ലാം വന്നിട്ട് അവരുടെ ബോട്ടിനെ ഇങ്ങനെ മുക്കി കളയാൻ പോകുന്ന പോലത്തെ ഒരു സാഹചര്യം വന്നു. ഐ വിൽ ജസ്റ്റ് റീഡ് ഇറ്റ്. അവരെ പറഞ്ഞയച്ചു. വിട്ട ശേഷം താൻ പ്രാർത്ഥിക്കുവാൻ മലയിൽ പോയി. വൈകുന്നേരമായപ്പോൾ പടക് കടലിന്റെ നടുവിലും താൻ ഏകനായി കരയിലുമായിരുന്നു. കാറ്റ് പ്രതികൂലമായതുകൊണ്ട് അവർ തണ്ട് വലിച്ചു വലയുന്നത് അവൻ കണ്ടു. ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. അപ്പം ഒന്ന് നോക്കിയേ, കർത്താവിന്റെ കൂടെ ആ ഒരു ഫ്യൂ അവേഴ്സ് മുമ്പേ വരെ കൂടെ നടന്ന ശിഷ്യന്മാർ ഒരു മൾട്ടിറ്റ്യൂഡിനെ ദൈവം എങ്ങനെ ഭക്ഷണം കൊടുക്കുന്നു എന്ന്, ഒരു ചെറിയ 5 അപ്പത്തിൽ നിന്ന് 2 മീനിന്റെ അകത്തുനിന്ന് എങ്ങനെ ഒരു മൾട്ടിറ്റ്യൂഡിനെ കർത്താവ് പോഷിപ്പിച്ചു, അവരുടെ ഭക്ഷണം അവരുടെ വിശപ്പടക്കിന്ന് കണ്ട ശിഷ്യന്മാര് ഓൺ ദെയർ വേ ടു ബെത്സയിദ അവരെ ഭയങ്കരമായിട്ടും കാറ്റും കടലും കോപിച്ചിട്ട് അവര് നശിക്കുമാറായി. അവരുടെ എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടു. അവരോർത്ത് ഇനി ഇവിടം കൊണ്ട് ഞങ്ങൾ തീർന്നു. ഒന്ന് നോക്കിക്കോണം, ദേ ആർ വെരി സ്കിൽഡ് പീപ്പിൾ. അവർ നമ്മളെ പോലെ അല്ല. അവർക്ക് കടലിന്റെ എല്ലാ നേച്ചറും അറിയാവുന്ന ആൾക്കാരാ. ഇനി അവർക്ക് നന്നായിട്ട് നീന്താൻ അറിയാവുന്നവരാ. അവർക്ക് സർവൈവിങ് സ്കിൽസ് ഉള്ള മനുഷ്യരാ. യെറ്റ് അവർ വിചാരിച്ചു അവരവിടെ തീർന്നു പോകാൻ പോവാ. അവരുടെ എല്ലാ ഹോപ്പും അവസാനിച്ചു. ആ സമയത്ത് അവരെന്തേ നോക്കുമ്പം ആരോ കടലിന്റെ മീതെ നടന്നു വരുന്നു.
ആൻഡ് ഇറ്റ് ഡിൻ ലുക്ക് ഫെമിലിയർ. അവരത് മുമ്പേ കണ്ടിട്ടില്ല. ദാറ്റ് ഡിൻ ലുക്ക് ഫെമിലിയർ ഫോർ ദം, അല്ലേ? അവർക്കത് മുന്നമേ കണ്ടൊരു ഓർമ്മ, അവർക്ക് അങ്ങനെ ഒരു കണ്ടതായിട്ട് അവർക്ക് പരിചയമുള്ള ഒരു സീനല്ല. പക്ഷെ അവരുടെ മുന്നിലേക്ക് വന്നത് ദൈവമാണെന്നും അവരെ ഡെലിവർ ചെയ്യാനാ വരുന്നതെന്നും അവർക്ക് മനസ്സിലായില്ല. സോ ഡെലിവറൻസ് കം ഇൻ എ വേ ദാറ്റ് യു ഡോണ്ട് എക്സ്പെക്ട്. നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇപ്പം നയമാന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ നോക്കിക്കേ. നയമാൻ വിചാരിച്ചു പ്രവാചകന്റെ അടുത്ത് ചെന്ന് എനിക്ക് ഇങ്ങനെ സൗഖ്യം വേണമെന്ന് പറയുമ്പോൾ പ്രവാചകൻ, നയമാൻ തന്നെ പറയുന്നില്ലേ, പ്രവാചകൻ ഇങ്ങനെ ഇറങ്ങി വന്ന് കൈ ഇങ്ങനെ ആക്കി അല്ലെങ്കിൽ തലയെ കൈ വെച്ച് എന്നെ സൗഖ്യമാക്കുന്നു എന്ന് നയമാൻ വിചാരിച്ചു. ഹി എക്സ്പെക്ടഡ് ദ പ്രോഫറ്റ് ടു ഡു ദീസ് തിങ്സ്. പക്ഷെ അങ്ങനെയാണോ ചെയ്തത്? അല്ല. നീ പോയി വെള്ളത്തിൽ 7 പ്രാവശ്യം മുങ്ങാൻ വേണ്ടി പറഞ്ഞു. സോ ദൈവത്തിന്റെ ഇന്റർവെൻഷൻസ് നമ്മുടെ ലൈഫിൽ, ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഗോയിങ് ടു ലുക്ക് ഫെമിലിയർ, ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഗോയിങ് ടു ലുക്ക് സെയിം, ആൻഡ് ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഗോയിങ് ടു മീറ്റ് യുവർ എക്സ്പെക്ടേഷൻ. നമ്മുടെ എക്സ്പെക്ടേഷൻസിന്റെ ലെവലിലല്ല, ഹീസ് ഗോയിങ് ടു ഡു സംതിങ് ദാറ്റ് ഇസ് ബിയോണ്ട് യുവർ എക്സ്പെക്ടേഷൻ. നമ്മുടെ എക്സ്പെക്ടേഷൻസിനെ ഓവർകം ചെയ്യുന്ന ഒരു തരത്തിലുള്ള മിറക്കിൾസ് ആയിരിക്കും ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. സോ ഹിയർ ഡിസൈപ്പിൾസിനെ അവരുടെ രക്ഷ വന്നത്, അവരുടെ ഡെലിവറൻസ് വന്നത് കർത്താവ് വെള്ളത്തിന്റെ മീതെ നടന്നു വന്നപ്പോഴാണ്. ആൻഡ് അവര് ആ ഡെലിവറൻസിന്, ആ രക്ഷ വരുന്നത് കണ്ടിട്ട് അവർക്ക് എന്താ മനസ്സിലായത്? ഒരു ഭൂതം വരുവാന്ന് അവർ വിചാരിച്ചത്. സി, ചിലപ്പോ ഒക്കെ നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ വരും, നമ്മൾ ഓർക്കും ഇത് എന്നെ തകർക്കാനാ വരുന്നത്. പക്ഷെ ഇറ്റ് ഈസ് നോട്ട്. ദൈവം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലായിരിക്കും കാര്യങ്ങൾ. നമ്മുടെ പെർസെപ്ഷൻ കുഡ് ബി റോങ്. അപ്പം കർത്താവ് അവരുടെ അടുത്ത് വന്നു, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി അവർ അക്കരെ എത്തി. അവർ പിന്നെ ഫർദർ ശുശ്രൂഷകളൊക്കെ ചെയ്തു. അപ്പം ബ്ലെസ്സിങ്സ്, ഡെലിവറൻസ്, ഹീലിങ്സ്, നമ്മൾ എന്തോ ജീവിതത്തെ ആഗ്രഹിക്കുന്നു, ഏത് തരത്തിലുള്ള ബ്ലെസ്സിങ്സ് ആഗ്രഹിക്കുന്നു, ഇറ്റ് മൈറ്റ് നോട്ട് ലുക്ക് വെരി ഫെമിലിയർ, ഇറ്റ് മൈറ്റ് നോട്ട് ബി വാട്ട് വി എക്സ്പെക്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പ്രോമിസ് ചെയ്യാം, ഇറ്റ്സ് ഗോയിങ് ടു ബി ബിയോണ്ട് യുവർ എക്സ്പെക്ടേഷൻ. നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് ഹീസ് നോട്ട് ഹ്യൂമൻ. ദൈവം ഹ്യൂമൻ അല്ല. ദൈവം ദൈവമായിരിക്കുന്നത് കൊണ്ടും ദൈവം കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നത് ദൈവത്തിന്റെ ലെവലിൽ നിന്നായതുകൊണ്ടും ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഔട്ട്സ്റ്റാൻഡിങ്. ഇറ്റ്സ് ഗോയിങ് ടു ബി ബിയോണ്ട് യുവർ എക്സ്പെക്ടേഷൻസ്. പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞ, ജോൺ ചാപ്റ്റർ 2 അതിന്റെ 11 ഓൺവേർഡ്സ് നമുക്ക് വായിക്കുമ്പം നമുക്കറിയാം, അവിടെ കാനായില് കല്യാണ വീട്ടില് യേശുവും ശിഷ്യന്മാരും പോയി. യേശുവിന്റെ അമ്മ മറിയം അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ വെള്ളം അല്ല, അവിടുത്തെ വീഞ്ഞ് തീർന്നു പോയി. അവിടുത്തെ വീഞ്ഞ് തീർന്നു പോയിട്ട് അവർക്കിനി എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം വീഞ്ഞ് തീർന്നു പോയാൽ വീഞ്ഞ് തീർന്നു പോയി. കാരണം അവർക്ക് അത് ബോറോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ബിക്കോസ് ഏതെങ്കിലും അടുത്ത വീടുകളിൽ വീഞ്ഞുണ്ടെങ്കിലും അത് അവരുടെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മക്കളുടെ കല്യാണത്തിന് വേണ്ടി കരുതി വെക്കുന്ന വീഞ്ഞ, ഫ്രം ദ ടൈം ദ ഗേൾ ഇസ് ബോൺ. അപ്പൊ അവർ അത് ബോറോ ചെയ്യാൻ നോക്കി അവർക്ക് കിട്ടത്തില്ല. അപ്പം അവരുടെ ഹോപ്പ് നഷ്ടപ്പെട്ടു. അവര് ഓർക്കുന്ന, ഞങ്ങള് ഡിസ്ഗ്രേസ് ആയി, ഇനി ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല, ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത്, ആൻഡ് അവർക്കറിയത്തില്ല യേശു ഒരു മിറക്കിൾ ചെയ്യുന്നു. ബിക്കോസ് ദേ ഹാവ് നെവർ സീൻ ജീസസ് ഡൂയിങ് സംതിങ് ലൈക്ക് ദാറ്റ് ബിഫോർ. അങ്ങനെ ഇരിക്കുമ്പോ യേശു അവിടെ ശിഷ്യന്മാരോട് പറയാണ്, അവിടെ ഉണ്ടായിരുന്ന കൽപാത്രത്തില് വെള്ളം കോരി നിറയ്ക്കാൻ. വെള്ളം കോരി നിറച്ചിട്ട് കർത്താവ് അതിനുവേണ്ടി പ്രാർത്ഥിച്ചില്ല, കർത്താവ് എന്റെ മേലിൽ കൈവച്ചില്ല. ഹി ഡിഡ്ന്റ് ഡു എനിത്തിങ് സൂപ്പർ നാച്ചുറൽ. അവിടെ ഒന്നും പ്രത്യേകിച്ച് ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. മേ ബി ഹി ഡിഡ്, പക്ഷെ അവിടെ എഴുതിയിട്ടില്ല. എങ്കിലും പിന്നെ ഇത് കോരി വിരുന്നുവാഴിക്ക് കൊടുക്കാന്ന് പറയുമ്പോൾ ഞാൻ കർത്താവ് അത്ഭുതം ചെയ്തു, ആൻഡ് ഹീസ് ഏബിൾ ടു ഡു ഇറ്റ്. പക്ഷെ എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ആ ശിഷ്യന്മാരുടെ ഒരു ബിഹേവിയർ, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. കാരണം വെള്ളം കൽപാത്രത്തിൽ ഒഴിച്ചിട്ട് അത് കോരി വിരുന്നുവാഴിക്ക് കൊടുക്കാൻ ഞാനാണെങ്കിൽ ഒന്ന് കൈ വിരലിട്ടിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും, ഇത് എന്താന്ന്. വെള്ളം കൊണ്ട് വിരുന്നുവാഴിക്ക് കൊടുത്ത അയാൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് എന്തായാലും ഞാൻ വിരലൊന്ന് ഇട്ടിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. കാരണം ഇതിന് എന്തെങ്കിലും മാറ്റം വന്നാന്ന് അറിയണ്ടേ. എന്തിനാ ഈ വെള്ളം വിരുന്നുവാഴിക്ക് കൊടുക്കണ്ടെന്ന്. അവർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമില്ല. ദേ ജസ്റ്റ് ഒബേഡ് ഗോഡ്. ദൈവം കർത്താവ് എന്ത് പറഞ്ഞോ അവരത് ഒബേ ചെയ്തു. വെള്ളം നിറയാൻ പറഞ്ഞു, അവർ കൽപാത്രത്തിന്റെ വക്കോളം നിറച്ചു. കോരി വിരുന്നുവാഴിക്ക് കൊടുക്കാൻ പറഞ്ഞു, അവരത് കൊണ്ട് വിരുന്നുവാഴിക്ക് കൊടുത്തു. ആൻഡ് ദ വൈൻ ടേസ്റ്റഡ് സോ മച്ച് ബെറ്റർ ദാൻ ദ ഓൾഡ് വൈൻ ദാറ്റ് ദേ ഹാവ് സെർവ്ഡ് ബിഫോർ. അവർ കൊടുത്ത എല്ലാ വൈനെക്കാട്ടിലും ഏറ്റവും ടേസ്റ്റിയസ്റ്റ് വൈൻ ആയിരുന്നു. സോ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നമ്മുടെ എക്സ്പെക്ടേഷൻസ്, നമ്മുടെ പ്രതീക്ഷകള്, നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസസ്, ഹേർട്സ് ആൻഡ് ഫീലിങ്സ് കൊണ്ട് നമ്മൾ ലിമിറ്റ് ചെയ്യില്ല. ബിക്കോസ് ദൈവത്തിന്റെ പ്രോമിസ്
എന്താ ഹീസ് ഗോയിങ് ടു ഡു സംതിങ് ന്യൂ. നിങ്ങൾ ഒരുപക്ഷെ ഒരു നോ ആയിരിക്കാം ഈ സാഹചര്യത്തിൽ. നിങ്ങളുടെ മിനിസ്ട്രിയിൽ നിങ്ങളുടെ ശുശ്രൂഷ, എനിക്ക് എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അറിയത്തില്ല, പക്ഷെ വാട്ട് എവർ മിനിസ്ട്രി യു ആർ ഇൻ, മേ ബി നിങ്ങൾ യു ഫീൽ ലൈക്ക് ഞാൻ നോയിനെ പോലെ പ്രസംഗിക്കുന്നുണ്ട്, എല്ലാവരോടും പറയുന്നുണ്ട് നാശം വരാൻ പോവാ, എല്ലാവരും നശിച്ചു പോവും, മഴ വരാൻ പോവാ, കർത്താവ് രണ്ടാമത് വരാൻ പോവാ, ഇപ്പം വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചോ, ഇല്ലെങ്കിൽ നിങ്ങൾ തള്ളപ്പെടും എന്നൊക്കെ നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ മേ ബി നോ ബഡി ഈസ് ലിസ്ണിങ്. പക്ഷെ നിങ്ങൾ ഭാരപ്പെടേണ്ട. കർത്താവ് കർത്താവിന് വഴികളുണ്ട്. കർത്താവിന് അതിന് വേണ്ടിയിട്ടുള്ള ഡിവൈൻ പർപ്പസസ് ഉണ്ട്. നിങ്ങൾ ചെയ്ത, നിങ്ങളോട് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, വെൻ യു ഡു വാട്ട് ഹി ഈസ് ആസ്ക്ഡ് യു ടു ഡു, ഹീൽ ഡു ദ റെസ്റ്റ് ഫോർ യു. നമ്മൾ കർത്താവ് പറഞ്ഞ മാത്രം ചെയ്താൽ മതി, ഹീൽ ഡു ദ റെസ്റ്റ്. നമ്മൾ വചനം ഷെയർ ചെയ്താൽ മതി, ദൈവം അവരുടെ Praise ഹൃദയത്തെ God. ട്രാൻസ്ഫോം ചെയ്തോളും. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, ദൈവം അവരെ ഹീൽ ചെയ്തോളും. നമ്മൾ ഒരു സഹോദരൻ ഒരു ഒരു മൈൽ അവനോട് കൂടെ നടക്കാൻ വിളിച്ച് നമ്മൾ 2 മൈൽ കൂടെ പോയാൽ മതി, കർത്താവ് അവന്റെ ഹൃദയത്തെ ട്രാൻസ്ഫോം ചെയ്തോളും. സോ ഡു വാട്ട് ഗോഡ് ഹാസ് ആസ്ക്ഡ് യു ടു ഡു ആൻഡ് ഗോഡ് വിൽ ഡു ദ റെസ്റ്റ് ഫോർ യു. അപ്പം നമ്മുടെ ഈ ന്യൂ തിങ് എന്ന് പറയുന്നത്, ഇറ്റ് കുഡ് കം ഇൻ ഡിഫറെന്റ് വേസ്. അതൊരു ഹീലിംഗ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ. നമുക്കറിയാം, നമ്മൾ ക്രിസ്തുവിനെ കൈക്കൊണ്ടപ്പം നമ്മുടെ പഴയത് മാറി, വി ഹാവ് ബിക്കം എ ന്യൂ ക്രിയേഷൻ. നമ്മുടെ ജീവിതം മാറി, നമ്മളൊരു പുതിയ സൃഷ്ടിയായി. സോ നമ്മുടെ ഇപ്പൊ എന്റെ ഫാമിലിയിലുണ്ട്, ഇനി നിങ്ങളുടെയൊക്കെ ഫാമിലിയിൽ ഒരുപക്ഷെ വിശ്വാസത്തിലല്ലാത്ത കുറെ പേരുണ്ടായിരിക്കും. മേ ബി ദൈവം അവരെ ട്രാൻസ്ഫോം ചെയ്യും. ഹീസ് ഗോയിങ് ടു ഡു എ ന്യൂ തിങ്. ദൈവത്തിന്റെ പ്രോമിസ് അതാ. സോ ഇൻ വാട്ട് എവർ ഏരിയസ് ഓഫ് യുവർ ലൈഫ് യു വാണ്ട് എ ന്യൂ തിങ് ടു ഹാപ്പൻ ദീസ് ഡേയ്സ്, ജസ്റ്റ് സബ്മിറ്റ് ടു ഗോഡ്. ആ വിഷയം എന്താണോ ആ ദൈവത്തിന്റെ കൈ കൊടുക്കുക. ആൻഡ് ദി ഓൺലി തിങ് ഐ ആസ്ക് യു ഇസ്, പ്ലീസ് ഡു നോട്ട് ലിമിറ്റ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പവർ ഓഫ് ഗോഡ് with your expectations. Do not limit him. Let him do something new. It might not look very familiar, but believe me, Yeah. he's going to do a miracle in your life. And you are going to get very surprised. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായിരിക്കും, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്തതായിരിക്കും, നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത സാഹചര്യമായിരിക്കും, ഇനി എന്തെന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. ഇവിടെ കൊണ്ട് അവസാനിച്ചു, തീർന്ന്, ഫാമിലി ലൈഫ് ഇങ്ങനെയായി, ജോലി ഇങ്ങനെ, പിള്ളേരിങ്ങനെ, ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും. But believe me, God is going to do something new in your life. തുടങ്ങുമ്പം നമ്മുടെ ശോഭന ആന്റി പറഞ്ഞായിരുന്നു, നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അവൻ നിനക്ക് നൽകും. സോ ഐ ജസ്റ്റ് വാണ്ട് ടു, ആ ഒരു വാക്യം തന്നെ നിങ്ങളോട് പിന്നെയും അത് പറയാൻ വിചാരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താ? ആൻഡ് ഹി നോസ്, ഹി റീഡ്സ് യുവർ തോട്ട്സ്. അല്ലെ, നമ്മുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ ഡ്രോപ്പ് ഓഫ് ടിയറിന്റെ അർത്ഥം അവനറിയാം. നമ്മൾ സൈ ചെയ്യുമ്പം ദൈവത്തിന് അറിയാം നമ്മുടെ ആ നെടുവീർപ്പിന് എന്ത്, വൈ, എന്തിനാ അങ്ങനെ ഒരു നെടുവീർപ്പ് എടുത്തതെന്ന് ദൈവത്തിന് അറിയാം. നമ്മുടെ തോട്ട്സ്, നമ്മുടെ തോട്ട് പ്രോസസ്സ് കർത്താവിനറിയാം. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ കർത്താവിനോട് അത് ചോദിക്കാൻ നമ്മൾ ഇച്ചിരി ഹെസിറ്റേറ്റഡ് ആണെങ്കിൽ കർത്താവിനതറിയാം. ബട്ട് ദൈവം പറയാ, നീ വാ കൊണ്ട് ചോദിച്ചത് തരാന്നല്ല പറഞ്ഞത്. ദൈവത്തിന്റെ പ്രോമിസ്, നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അവൻ നിനക്ക് നൽകണ്ടേ. സോ വാട്ട് എവർ യുവർ ഹാർട്ട് ഇസ് വിഷിംഗ് ഫോർ ദീസ് ഡേയ്സ്, ദൈവം അതിന്റെ മേലെ ഒരു മിറക്കിൾ ചെയ്യും. ആൻഡ് ആസ് ഐ റെഡ് ഇൻ Isaiah chapter 43 verse 18 and 19, forget about the former things. പഴയ കാര്യത്തെ പറ്റി വിചാരിച്ച് പഴയ എക്സ്പീരിയൻസസും പറഞ്ഞ് അത് മതി എന്ന് പറയാതെ, ഇസ്രായേൽ മക്കളെ പോലെ ഞങ്ങൾക്ക് ഈജിപ്തിൽ ഇരുന്നാൽ മതിയായിരുന്നു എന്ന് പറയാതെ, ഗോ Hallelujah. ഫോർവേഡ്. ദൈവം നമ്മളോട് പറഞ്ഞേക്കുന്ന പോലെ ലെറ്റ്സ് ജസ്റ്റ് ഗോ ഫോർവേഡ്. ആൻഡ് നമ്മളോട് ദൈവം പ്രോമിസ് ചെയ്തേക്കുന്ന ആ കനാൻ നമുക്ക് പിടിച്ചെടുക്കാം. ദൈവം അതിനുവേണ്ടി സഹോദരിമാരെ എല്ലാവരെയും സഹായിക്കട്ടെ, അതിനുള്ള അഭിഷേകം പകരട്ടെ, ദൈവകൃപയും പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു സോ മച്ച്.